ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളിപ്പോൾ നിലവിലുള്ളത് ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ ഇന്ദുവിൻ്റെ വീട്ടിലാണുള്ളത്. രാത്രി എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ഭയങ്കര ടയർഡായി. രാത്രിയെല്ലാം കുളിച്ച് ഫുഡ് കഴിച്ച് അങ്ങനെ തന്നെ കിടന്നുറങ്ങിപ്പോയി. ഇന്നിപ്പം നമ്മൾ മോർണിംഗ് ആണ്. മോർണിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പാടായിട്ടുണ്ട്. നമുക്കത് മോർണിംഗ് ആണല്ലോ. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഉപ്പുമാ. ബ്രേക്ക്ഫാസ്റ്റ് ചായ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വരാം, വൈകിട്ട് വരാം. Don't know if I can find my way out. Guys, നമ്മളിപ്പോൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് എടുത്തിട്ട് നമ്മളിതാ ഇന്ദുവിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള കുറച്ച് ഗ്രീനറി സ്പേസിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. നിങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ഗ്രീനറി സ്പേസിലോട്ട്. ഗായ്സ്, ഇങ്ങനെ നോക്കിയാ അസുഖമൊന്നും എല്ലാണ്. സോ ഇവിടെ ഫുൾ പച്ചപ്പാണ് ഗൈസ്. ചാലക്കുടിയിലെ ഒരു പച്ചപ്പുള്ള സ്ഥലത്തേക്കാണ്. എടീ, പാമ്പുണ്ടാവൂലോ? എനിക്കിപ്പോ എന്താ ഓർമ്മ വരുന്ന അറിയോ? ഞാന് ആ നോർത്തിലെ ട്രിപ്പ് പോയ സമയത്ത് ഒരു കാട്ടിനുള്ളിൽ ഒറ്റയ്ക്ക് നടന്ന ആ ഒരിതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇവിടൊക്കെ കാണുമ്പോൾ. ലൈക്ക് എക്സാക്ട്ലി അങ്ങനെയല്ല, പക്ഷെ എന്നാലും ഈ പച്ചപ്പാണ് മെയിൻ. ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ DJ പാർട്ടി എക്സ്പ്ലോറിങ് എല്ലാരും പോണ അതേ സ്ഥലം അതല്ല. എന്റെ ട്രിപ്പ് അല്ലെങ്കിൽ എന്റെ വേ ഓഫ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരും ഇല്ലാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് സമാധാനം, കാണുമ്പോൾ സന്തോഷം തരുന്ന ഇത്തരം ഗ്രീനറി സ്പേസസ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് തിങ്സ്. പിന്നെ ഇവിടെ തൊട്ടാപ്പുളിച്ചാടി എന്ന് പറഞ്ഞാൽ തൊട്ടാവാടി കാണിച്ചതാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു എൻജോയ്മെന്റ് ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും. ഹിന്ദു ലൈഫിനൊരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഹിന്ദു സങ്കല്പത്തില് പറ. എന്തൊരു സങ്കല്പത്തിലെ ട്രിപ്പ് എന്താണ്? എന്റെ സങ്കല്പത്തില് ട്രിപ്പ് എക്സ്പ്ലോർ. എന്തെങ്കിലൊക്കെ എക്സ്പ്ലോർ ചെയ്യണേ. ഈ പട്ടിനോട് ചോദിച്ചാൽ എല്ലാം വേണം പറയാൻ. ഉദ്ദേശിക്കണേ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മളിപ്പോ വർക്ക് എങ്ങനെയാന്ന് ഒരു സ്ട്രെസ് കൊണ്ട് പോകുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതൊരു വൈബാണ്. സ്ഥലം എന്താണ്? അതാണ് എനിക്ക് നാച്ചുറായിട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇവിടെ കൊറേ എനിക്ക് ഗവ പോവാൻ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെയാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ചിലര് ട്രിപ്പ് എന്ന് പറയുമ്പോ എന്താ പറയാ, DJ പാർട്ടി, പിന്നെ എല്ലാരും പോണ അതേ സ്ഥലത്തേക്ക് പോവാ. ഇല്ല, അതല്ല നമുക്ക്. എനിക്ക് അധികം ആരും പോവാത്ത അതാണ് ഞാൻ പറഞ്ഞത്. ചില ഫോറസ്റ്റുകളുടെ ഉള്ളില് ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടെത്തി പോകുന്നു. അതാണ് ഞാൻ ചോദിച്ചു. അവിടെ ഫുള്ള് തൊട്ടാവാടിയാണ് കേട്ടോ ഗൈസ്. തൊട്ടാവാടി മാത്രമേ ആക്ച്വലി നല്ല പ്ലേസ്. നോക്കിയാ ശരിയാ. ഒറ്റ വരുമ്പോ പേടിയാവും ബേസിക്കലി. കാരണം നിങ്ങക്ക് കാണുമ്പോ തന്നെ കളർഫുൾ. നല്ല രസമുണ്ട്. ഞാൻ ഓവർ എക്സ്പ്രഷൻ ഇട്ട് കൊളാക്കണമല്ല, സീരിയസ്ലി നല്ല രസമുണ്ട്. നിങ്ങക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. നമ്മൾ മിണ്ടാണ്ടിരുന്നാലോ? എന്ത് സൗണ്ട്? എനിക്ക് രാത്രി മാത്രമേ പേടിയുള്ളൂ. എന്ന് വെച്ച് ഇപ്പൊ പേടിപ്പിക്കാൻ ആരും വരണ്ട. ആക്ച്വലി നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ ബാക്ക് ക്യാമറയിലൂടെ ഓരോ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓരോരോ കോർണർ ഞാൻ വീഡിയോ ആക്കാം.
ചൂടാണ് ആക്ച്വലി. എന്താണെന്ന് അറിഞ്ഞൂടാ, ഷോളൊക്കെ ഇട്ടുകൊണ്ടാണോ മൊത്തത്തിലൊരു ചൂട് ഫീലാണ്. നമുക്ക് എന്തായാലും ഈ കാട്ടിനുള്ളിൽ നിന്ന് ഇന്നത്തെ ഇവിടെ പറയാം. അല്ല ഗിന്ദു, ഗിന്ദു എന്നൊക്കെ അല്ല എന്തു, യെസ് യെസ്, നമുക്ക് വീട്ടിൽ പോവാം. I'm reaching out, I'm reaching. The water is rising over me. The water is rising. It's coming. I'm reaching out, I'm reaching. The water is rising. ഇവിടെ ഒരു ടവർ ഉണ്ട്. The water is rising. I'm reaching. യെസ്, എന്തിനാ ആകും? പോയ ബട്ടൺ നോക്കിയിട്ടല്ലേ ഏത് ബട്ടൺ? അവിടെ കാണും. മിണ്ടാണ്ടിരുന്ന നീ. വള്ളികളൊക്കെ പിടിക്കാൻ വേണ്ടിട്ട്, വള്ളികൾ പിടിക്കാൻ പോയി നമുക്ക് ഓഫാക്കിട്ട് ഒറ്റ ബട്ടൺ. വേണ്ട, വള്ളി പിടിക്കാൻ ഇവള് കഴിഞ്ഞിട്ട് ഈ ദുനിയാവിൽ വേറെ ആളുള്ളൂ. ഇതൊക്കെയല്ലേ ഒരു രസം. പ്രത്യേകിച്ച് പണിയില്ലാന്ന് പറഞ്ഞിട്ട് ഈ ടവറിലുള്ള ബട്ടൺസ് ഒക്കെ ക്ലിക്ക് ചെയ്ത് നശിപ്പിക്കുക, പിന്നെ വീട്ടിനുള്ളിൽ തീ വെക്കുക, പിന്നെ എന്താ പറയാ, അങ്ങനത്തെ ഒരു പ്രഗത്ഭരായ ആൾക്കാരൊക്കെ ചെയ്യുന്ന വൃത്തികെട്ട സ്വഭാവമാണ് ഇവക്ക്. അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഉണ്ട് ഗൈസ്, ഞാനല്ലേ പറയുന്നത്, ഇവളുടെ കൂടെ ഞാനല്ലേ നിൽക്കുന്നേ, എനിക്കറിയാം. അങ്ങനെ ഞാൻ നശിപ്പിച്ച എന്തോ ഒരു സാധനങ്ങൾ എന്റെ കയ്യില് എന്റെ ആ നശിപ്പിച്ച സാധനം എനിക്ക് കാണിക്കാൻ പറ്റുമോ? പറ. അങ്ങനെ എന്ത് സാധനങ്ങൾ ഇവിടെ കുറെ ഹിന്ദുവിന്റെ കളക്ഷൻ ഉണ്ട്. ദാ മനസ്സിലായി, നിന്റെ കളക്ഷനാണ് വാഴാന്ന്. അത് മതി, നന്ദി വേണ്ട. അതെങ്കിലും കൊലക്കും. അപ്പൊ നമുക്ക് അതിന്റെ ആ കൂമ്പ് എടുത്ത് പക്ഷെ നീ കൊലക്കില്ല. പേര് വെച്ച് കഴിക്കാം, കഴിക്കാം. വാഴ സിനിമ കണ്ടോണ്ടല്ലേ ഈ ഡയലോഗ് പറയണ? അല്ല, ആണ്. അത് അതിന്റെ വാഴ സിനിമയ്ക്ക് മുമ്പ് നീ ഇതുവരെ പഴം കഴിച്ചിട്ടില്ലേ? ഞാൻ പോണു, ബൈ. The water is rising over me. The water is rising. It's coming. I'm reaching. റൊട്ടീൻ മോർണിംഗ്. ഗേസ് ഇത് ഫോക്സ് സ്റ്റൈലിന്റെ ആണ് കേട്ടോ. ഞാനൊരു ഫ്രീ പ്രൊമോഷൻ കൊടുക്കുകയാണ്. അതെ, ഫോക്സ് സ്റ്റൈലിന്റെ ആണ്. എന്താ ഇതിലൊരു ഗുണം എന്ന് വെച്ചാൽ ഞാൻ റെഗുലർ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നില്ല. എനിക്കൊരു എളുപ്പമാണ്, ഞാൻ മടിച്ച ആയതുകൊണ്ട് വിരൽ യൂസ് ചെയ്യുന്നു. ഇതിലൊരു സ്ട്രിപ്പ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് കഴിയാറായി, ഞാൻ യൂസ് ചെയ്ത് കഴിയാറായിക്കണ്ട. ദാരിദ്ര്യാണ്, വീണ്ടും ഓർഡർ ചെയ്യണം കാശുള്ളപ്പോ. ഇത് ഒരു ബോക്സ് ഒക്കെ ഞാൻ 1 month ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ 2ാമത്തെ ബോട്ടിലാണ്. എന്താന്ന് വെച്ചാൽ നല്ല ക്ലിയർ സ്കിന്ന് കിട്ടാനും അത്യാവശ്യം ബ്രൈറ്റൻ ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ഇത് സൂപ്പറാണ്, നല്ലൊരു പ്രോഡക്റ്റ് ആണ്. എനിക്ക് സ്റ്റൈലിന്റെ ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഫേസ് വാഷോ ആ സംഭവമൊക്കെ നന്നായിട്ടുണ്ടെന്ന് അവരുടെ റിവ്യൂസ് ഉണ്ടെങ്കിലും എനിക്ക് ഉപകാരപ്രദമായത് ഇത് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യും. ഓക്കെ, പുള്ളിക്കാരി അപ്പോ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനോട്ടാണ് കടന്നത്. എന്തൊക്കെ ഇതായാലും സ്കിന്ന് അല്ലെങ്കിൽ ഹെയർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. ഇവളിൽ നിന്നായിരിക്കും ചിലപ്പോ എനിക്ക് കുറച്ചൊക്കെ ഒരു ഉദയം അല്ലെങ്കിൽ ഒരു നമ്മൾ ഇതുപോലെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ നമ്മുടെതൊക്കെ ഉണ്ടാവൂലേ എന്നൊക്കെ ഒരു ചിന്തകൾ വരാൻ തുടങ്ങിയത് ഇവളുടെ ഈ കാണുമ്പോഴാണ്. കുറച്ചെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം, അല്ല എന്തു? ഇവിടെ എവിടെ പോയാലും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഹോസ്റ്റലിൽ എപ്പോഴും അത് ചെയ്യലുണ്ടല്ലേ, ലൈക്ക് ഇത് കെയർ ചെയ്യാറുണ്ട്. നമ്മളെ കെയർ ചെയ്യില്ലെങ്കിൽ വേറെ ആരും വന്ന് കെയർ അത് ശരിയാണല്ലോ. കുറ്റം പറയാൻ 1000 ആൾക്കാർ മാത്രം ഉണ്ടാവും, വേറെ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് മുടക്കിയാലും ഞാൻ എന്റെ സ്കിൻ കെയർ റൂട്ടീൻസ് മുടക്കാറില്ല കാര്യം. പിന്നെ മുടക്കി കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് ഞാൻ തന്നെ അനുഭവിക്കുന്നത് കൊണ്ട് അതെ അതെ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. അതെ അതെ, വലിയ ഉപകാരമൊന്നും ഇല്ല, നല്ലൊരു രസമാണല്ലോ. പറ്റുന്നത് ഒരു സെൽഫ് ലവ് അത്രേ ഉള്ളൂ. അതാണ്, അത് മെയിൻ ആയിട്ട് അതാണ് കേട്ടോ. ഞാൻ നമുക്കൊരു കോൺഫിഡൻസ് ആണ്, അത് മാത്രമേ ഉള്ളൂ. ഞാൻ ആരെയൊക്കെ നമ്മള് എന്താ പറയാ ലവ് ചെയ്യുന്നൂലേ, ഞാൻ ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് പണി തരുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാറുണ്ട്. അഥവാ പണി കിട്ടില്ലല്ലോ. അതെ, പണി കിട്ടാത്ത ഒരേ ഒരു ആള് നമ്മുടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതെ, പറ്റുന്ന അത്ര എൻജോയ് ചെയ്യാം. അതെ, ഫോക്കസ് ഓൺ നമ്മുടെ കാര്യങ്ങൾ. നമ്മളെ കൊണ്ട് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ടിരുന്നാൽ മതി, ബാക്കി നമ്മളെ ഇഷ്ടം. അത്ര. ഇന്ന് നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാല് നമുക്കൊന്ന് ക്ലിനിക്കിലോട്ട് പോകണം, സ്കിൻ ഡോക്ടറെ കാണണം. ആർക്ക് 7 മണിക്ക് ഇന്ദുവിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ക്ലിനിക്കിൽ പോയിട്ട് വരാം. കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഇന്ദു ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്.
അതും ഫേസിൽ തന്നെ. എന്താല്ലേ? യെസ് ഗൈസ്. അപ്പം അതൊന്ന് കുറച്ച് ഞാൻ പറഞ്ഞു, ഇന്നലത്തെ വ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണും എന്താണ് സ്കിൻ കെയർ റുട്ടീൻ അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫേസ് ആണ്. സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. സോ ചെറിയൊരു കുഞ്ഞു പ്രോബ്ലം വന്നാൽ ഭയങ്കര ടെൻഷനാണ് പുള്ളിക്കാരിക്ക്. സോ നമുക്ക് എന്തായാലും അതിന്റെ സത്യാവസ്ഥ ഒന്ന് ഡോക്ടറെ കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു രീതിയില്. അത്ര ചെറിയ പ്രോബ്ലത്തിനൊന്നും ഞാൻ ചെറിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ ട്രാവൽ ആയിരിക്കാം, ചിലപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്നായിരിക്കാം. കാരണം ഇവിടെ കുറെ കുട്ടി പിമ്പിൾസ് ഓൾറെഡി ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിനെ മൊത്തം പിമ്പിളാ. അതെ. അപ്പം അതിന്റെ കുറച്ച് എന്താ ചെയ്യേണ്ടത്, അതിന് സൊല്യൂഷൻ എന്താന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ട് എത്തിയിട്ട് വരാം. അല്ലെന്തോ വല്ല അലർജി ആണോ അതോ ഇനി എന്റെ കയ്യിരിപ്പിന്റെ ആണോ എന്താന്ന് പറയുമല്ലോ. ശരിക്കൊരു വൃത്തിയുടെ സ്വഭാവം ഉള്ളത് കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കേട്ട് ഞാൻ ഉടനെ എന്റെ ഒരു സിറം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ അത് മാറ്റി. ഇനി അത് മാറ്റിയതിന്റെ പ്രൊഡക്റ്റ് ആണോ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസ് ആണോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേസ്. സംതിങ് എന്തായാലും പണി മേടിച്ചിട്ടിരിക്കുകയാണ് മൊത്തം അടുത്തുകൊണ്ടുവരുന്നത് നാട്ടുകാർ പിടിക്കും. അതിനും അത്ര പ്രശ്നമൊന്നുമില്ല. അത് അവളുടെ ഒരു തോന്നലാണ് ഗൈസ്. ബിക്കോസ് അവൾ അത്ര കെയർ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവൂലേ, ആ ഒരു ഇതാണ്. അതൊന്നും കുഴപ്പമില്ല. എനിക്ക് കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവൾക്കതൊരു ഇൻസെക്യൂരിറ്റി ആണ്. കാണുമ്പോ പ്രശ്നം തോന്നൂല, അവരവർക്ക് വരുമ്പോ പ്രശ്നം തോന്നി. അതാ പറഞ്ഞ ഞാൻ. അപ്പൊ നമുക്ക് എന്തായാലും അത് പോയി കാണിച്ചിട്ട് വരാം. പിന്നെ ഈവനിങ്ങിൽ നമ്മൾ ആതിരപ്പള്ളി പോയിന്തു സമയം എന്തായാലും പോകും. വണ്ടി കിട്ടിയിട്ടില്ല ഇനി. അവൻ മറ്റോ വണ്ടി കൊണ്ട് തരണ്ടേ. ശരിയല്ല. അപ്പൊ വണ്ടവയിലാണ് നമ്മളെന്തായാലും ഹോസ്പിറ്റലിൽ വാട്സവിടെ വെറുതെ സമയം നോക്കിയിരിക്കണ്ടേ നമ്മൾ. അങ്ങനെ പിന്നെ നമ്മൾ എന്തായാലും തിരിക്കട്ടെ. പ്രത്യേകിച്ച് എടുക്കാനൊന്നും ഇല്ല എന്നൊക്കെ തോന്നുന്നത്. ശരി, ബൈ ഗായ്സ്. എവിടെ ബൈ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പോവല്ല. ഇതിന്റെ ഇടയിലുള്ള ഞങ്ങളെ പോണ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ, വഴികൾ, അവസ്ഥകൾ എല്ലാം നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തെടുക്കും. ഓക്കെ, വീഡിയോ ഫുൾ എടുക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അപ്പൊ ബൈ ഗായ്സ്. ഇപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മൾ വന്നിട്ടുള്ളത്? വണ്ടി കയറും അടിക്കാം, നമുക്ക് പെട്രോൾ അടിക്കാം. ഇപ്പൊ എന്റെ മുഖത്താണോ പ്രശ്നങ്ങൾ മൊത്തം എന്നാണ് ഞാൻ ആലോചിച്ചത്. എന്നിട്ട് നിന്റെ പിന്നെ വരാട്ടോ. The water is rising over me. The water is rising. It's coming, I'm reaching. The water is rising over me. നമ്മൾ ചെറുതായിട്ട് സ്ഥലം മാറി. ലൊക്കേഷനിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്ഥലം മാറിപ്പോയി ഗൈസ്. കുറച്ച് ടയർഡാകുന്നുണ്ട് നമ്മൾ. കഥ പറയാൻ വർക്കിന്റെ കാര്യത്തിൽ നോക്കില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ പ്രത്യേകിച്ചുള്ള പരിപാടികൾ, രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ചക്കൊരു പരിപാടി, ഉച്ചക്കല്ല ഈവനിങ് ഒരു പരിപാടി. പക്ഷെ ആ പരിപാടി നടക്കുമോ നടക്കില്ലയോ എന്നുള്ളത് വഴിയെ കാണാം. ബിക്കോസ് അതിങ്ങനെ ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പൊ വരികയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞു പനി പിടിച്ചിട്ടില്ല, പനി പിടിക്കാൻ പോണേ ഉള്ളൂ. ഞാനടി ഉമ്മാനോടൊക്കെ പറഞ്ഞു ഇന്നും ഞങ്ങൾ ആതിരപ്പള്ളി പോകുന്നൊക്കെ. നാളെ പോവാൻ പറഞ്ഞു. ഞാൻ